ഈ സായാഹ്നം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വളരെ മനോഹരമായ ദിനമായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഒരു 5 വർഷം മുന്നേ ഈ മതാധ്യാപക മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ വിവാഹത്തിന് ശേഷം ഈ വർഷം പുതുതായിട്ട് വീണ്ടും ജോയിൻ ചെയ്തതാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വിളിയായിട്ട് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നു. കാരണം അത് ഇന്നത്തെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതോടെ എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുകയും ചെയ്തു. പിതാവിൻ്റെ ക്ലാസ് ആണെങ്കിലും നമ്മൾ ബൈബിളിൽ ഞാൻ ദിവസവും 2 അധ്യായം വെച്ച് ബൈബിൾ വായിക്കുന്ന ആളാണ്. അപ്പം പുറപ്പാടിൻ്റെ പുസ്തകമൊക്കെ വായിച്ച് നമ്മൾ അതിൽ സമാഗമ കൂടാരത്തെക്കുറിച്ചും മോശയെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഒന്നും കൂടെ നമുക്ക് അറിവ് കിട്ടുന്ന ഒരു ഇതായിരുന്നു പിതാവിൻ്റെ ക്ലാസ്. വാഗ്ദാന പേടകം, മോശ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു ഫീലായിരുന്നു. ഓരോന്നിൻ്റെ പ്രത്യേകതകളും എത്രത്തോളം അത് വിശുദ്ധമാണെന്നൊക്കെ മനസ്സിലാക്കാൻ പിതാവിൻ്റെ ക്ലാസ് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. അതിനുശേഷം പിന്നീട് വന്ന അനുരഞ്ജനത്തെക്കുറിച്ചുള്ള ക്ലാസ് തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്ന കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ എന്നോണം ആയിരുന്നു ആ ക്ലാസ്. ഒരുപാട് ഉപകാരപ്രദമായിരുന്നു. എങ്ങനെ നല്ലൊരു കുമ്പസാരം നടത്തണം, നമ്മൾ തീർച്ചയായും ഒരു ബുക്കിൽ വായിക്കുന്നതിനേക്കാൾ ഉപരി എങ്ങനെ ഒരു നല്ല കുമ്പസാരം എങ്ങനെ നടത്തണം, അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തണം എന്നതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായ വ്യക്തമായ ബോധ്യം എനിക്ക് ലഭിച്ചു. അത് നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും പറഞ്ഞു കൊടുക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ഒരു വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വന്ന് അവർക്ക് വേണ്ട ബോധ്യങ്ങൾ നൽകി എങ്ങനെ നല്ലൊരു കുമ്പസാരത്തിലേക്ക് നയിക്കാം എന്നതൊക്കെയുള്ള എങ്ങനെയൊക്കെ അതിലേക്ക് നയിക്കാം എന്നുള്ള വ്യക്തമായ ബോധ്യം എനിക്ക് ലഭിച്ചു. അതിനുശേഷമുള്ള ആരാധന എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത്, മതാധ്യാപകർക്ക് ചിലപ്പോൾ നമ്മുടെ ഇടവകയിൽ നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ വിമർശിക്കപ്പെടുന്നവരായിരിക്കാം. പക്ഷേ ദൈവം പ്രത്യേകമായി നമ്മളെ വിളിച്ചു എന്നതാണ് എനിക്ക് ഉത്തമമായ ബോധ്യം എനിക്ക് ലഭിച്ചു. അതിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കാമെന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വളരെയധികം ഉപകാരപ്രദമാണ്. ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ മതാധ്യാപകർക്ക് ആദ്യമുള്ള ആ ഒരു സംഗമത്തിന് ശേഷം ഇതുപോലെ തുടർ പരിശീലനങ്ങൾ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാത്തിനും ഒരുപാട് താങ്ക് യു.